ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സൂപ്പർ മോം സീരീസിന് ഫെബിയാണ്. ഇന്നത്തെ വ്ളോഗ് കുറച്ച് സ്പെഷ്യലാണ് കേട്ടോ. അപ്പം എന്താണ് ആ ഒരു സ്പെഷ്യാലിറ്റി എന്ന് അറിയാൻ വേണ്ടിയിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണാം. എൻ്റെ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക. മാത്രമല്ല ചാനൽ ആദ്യമായിട്ട് കയറിയവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ രാവിലെ എണീറ്റ് ചായയും ബ്രേക്ക്ഫാസ്റ്റും എല്ലാം കഴിഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് വർക്കൗട്ട് ചെയ്യും. ഒരു ഹാഫ് ആൻ അവർ വർക്കൗട്ട്. ഞാനിപ്പോൾ ചെയ്യുന്ന വർക്കൗട്ട്സ് എന്ന് പറയുന്നത് ഡാൻസ് വിത്ത് ദീപ്തി എന്ന് പറഞ്ഞിട്ടൊരു ചാനലുണ്ട്. ഡാൻസ് ഫിറ്റ്നസ് വർക്കൗട്ട് ചാനലാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ടൈപ്പ് ഓഫ് പാട്ടുകളെല്ലാം വെച്ചിട്ടുള്ള സിമ്പിളായിട്ടുള്ള എക്സസൈസസും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള സംഭവങ്ങളാണ് കേട്ടോ. എനിക്കതുകൊണ്ട് ഭയങ്കര കംഫർട്ടബിളാണ്. കാരണം പാട്ട് ആസ്വദിച്ചും കൊണ്ടിട്ടാകുമ്പോൾ നമുക്കങ്ങനെ ബോറടിക്കാതെ ഈ ഒരു അരമണിക്കൂർ അങ്ങ് നീങ്ങിപ്പോയിക്കോളും. വാമപ്സും സ്ട്രെച്ചിങ്ങും എല്ലാം ഇൻക്ലൂഡഡ് ആയിരിക്കും ഈ ഒരു അരമണിക്കൂറിൻ്റെ വീഡിയോ. അതുകൊണ്ട് നമുക്കെല്ലാം കുറച്ചൊന്ന് കംഫർട്ടബിൾ ആയിട്ട് തന്നെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, അധികം മെനക്കെടലില്ലാതെ. ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ല. എനിക്ക് നല്ലതായിട്ട് തോന്നിയത് ജസ്റ്റ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് മാത്രം. അപ്പോൾ അതിനുശേഷം പിന്നെ കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇന്നത്തെ ബ്രൂമിങ് റോബോട്ട് വാക്യൂമിന് കൊടുക്കാമെന്ന് വിചാരിച്ചു ആ ടാസ്ക്. അപ്പോൾ അതിന് മുൻപ് നമുക്ക് ഫർണിച്ചറിലുള്ള പൊടിയെല്ലാം ഒന്ന് തട്ടി താഴെ ഇട്ട് കൊടുക്കണമല്ലോ. അപ്പോൾ ആദ്യം തന്നെ അതൊന്ന് ചെയ്തു. അതിന് ശേഷം ബെഡിലൊന്ന് മുട്ടി വിരിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ യൂസ് ചെയ്ത ഈ ഒരു മൈക്രോ ഫൈബറിൻ്റെ ഈ ഒരു സംഭവം ഞാൻ വാങ്ങിയത് ഹോം സെൻറ്ററിൽ നിന്നാണ് കേട്ടോ. നല്ല യൂസ്ഫുള്ളാണ്. നമ്മൾ കയ്യിലേക്ക് അത് കയറ്റിയിട്ട് ആവശ്യമുള്ളിടത്തെല്ലാമുള്ള ഡസ്റ്റൊക്കെ റിമൂവ് ചെയ്യാൻ പറ്റും. കുറച്ച് ഈസി ആയിട്ട് തോന്നിയിട്ടുണ്ട്. ശേഷം കുറച്ച് ഡ്രസ്സസ് വാഷിങ്ങിലിടാനുണ്ടായിരുന്നു, അതിട്ട് കൊടുത്തു. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞതിന് ശേഷമുള്ള ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞു. കിച്ചൺ എല്ലാം ഒന്ന് സെറ്റായി. എൻ്റെ കൂടെ അന്ന് ഉമ്മ ഉണ്ടായിരുന്നു. അപ്പോൾ ഉമ്മ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ഇതാ ഹാളിൽ വന്നിരുന്നിട്ടുണ്ട്. എന്നിട്ട് എൻ്റെ യൂട്യൂബ് ചാനൽ വെച്ച് തരാൻ പറഞ്ഞിട്ടുണ്ട്. ലാസ്റ്റത്തെ 2 വീഡിയോ കണ്ടിട്ടില്ലായിരുന്നു. അപ്പോൾ അതൊന്ന് വെച്ചാന്ന് പറഞ്ഞിട്ട് ഉമ്മ ഇരുന്ന് വാച്ച് ചെയ്യുന്നേട്ടാ. എൻ്റെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഫാൻ തന്നെയാണ് എൻ്റെ ഉമ്മ. വീഡിയോ ഫുള്ളായിട്ട് കാണും, സമയമുള്ളപ്പോൾ ഇങ്ങനെ ആയാലും കാണും കേട്ടോ. എന്നിട്ട് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ പറയും. അപ്പോൾ ഈ ഒരു റോബോ വാക്യൂം ഓണാക്കി കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളാണ് കേട്ടോ. ആഴ്ചക്ക് 1-2 ദിവസം എനിക്ക് ഹെൽപ്പിങ്ങിന് ആരെങ്കിലും വരും. അതല്ലാത്ത ടൈമിൽ ഞാൻ ഇതന്നെ ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം ഡെയിലി ഞാൻ പറഞ്ഞിട്ടുണ്ട് മുന്നേ വീഡിയോസിൽ, ബ്രൂമിങ് ഫുള്ളായിട്ട് ചെയ്യാമെന്ന് വെച്ചാൽ ശരിക്ക് പിന്നെ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ നമുക്ക് ഒരുപാട് ടൈം അതിന് വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പം ഞാൻ പുറത്തേക്ക് ഇറങ്ങുന്നതിന് തൊട്ട് മുന്നേ ഇതങ്ങ് ഓണാക്കി കൊടുത്തു. എന്നിട്ട് നമുക്ക് മൊബൈലിൽ തന്നെ ചെക്ക് ചെയ്യാൻ പറ്റുമല്ലോ. എനിക്കൊന്ന് പലരും യൂസ് ചെയ്യുന്നുണ്ടാവും, എന്നാലും അറിയാത്തവർക്കായിട്ട് ഷെയർ ചെയ്യാൻ കേട്ടോ. അപ്പം മൊബൈലിൽ തന്നെ ചെക്ക് ചെയ്യാം. മൊബൈലിൽ നമുക്ക് കാണാം ഏതൊക്കെ ഭാഗങ്ങൾ ക്ലീനാക്കി എടുത്തിട്ടുണ്ട് എന്നുള്ളത്. എന്തെങ്കിലും അതിനിടയിൽ തടസ്സങ്ങൾ വരുവാണെങ്കിൽ അതും നമുക്ക് കാണാൻ പറ്റും. എല്ലാ ഓബ്സ്റ്റാക്കിൾസും റിമൂവ് ചെയ്ത് കൊടുക്കണം എന്നുള്ളതാണ് മെയിൻ കാര്യം. അതായത് മാറ്റ് ഇങ്ങനെയുള്ള എന്തെങ്കിലും സംഭവങ്ങൾ തടസ്സങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ ഫ്ലോറിൽ അതെല്ലാം ക്ലിയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്മൂത്തായിട്ടത് അതിൻ്റെ പണിയെടുത്ത് തിരിച്ച് ചാർജിങ് സ്റ്റേഷനിലേക്ക് പോയി നിന്നോളും. ഈ റോബോ വാക്യൂം മോപ്പിങ്ങും ബ്രൂമിങ്ങും രണ്ടും ഉള്ളതാണ് കേട്ടോ. അപ്പം ഇടയ്ക്ക് വെള്ളം ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഡസ്റ്റ് റിമൂവ് ചെയ്ത് കൊടുക്കുക. ഈ 2 കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിൻ്റെ ഡ്രസ്സ് ചേഞ്ചിങ്ങൊക്കെ കഴിഞ്ഞു. ഫസ്റ്റ് തന്നെ ഉമ്മാനെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്ത് കൊടുക്കണം. ഉമ്മാക്ക് അത്യാവശ്യമായിട്ട് അങ്ങോട്ടേക്ക് പോകണം. തലേ ദിവസം നമ്മുടെ നെയ്ബർ സതീശി കുറച്ച് ചക്ക കട്ട് ചെയ്തിട്ടൊക്കെ കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു. അതായത് പച്ച ചക്കയാണ് കേട്ടോ. അത് എല്ലിട്ട് വെക്കാൻ, അതായത് ബീഫ് ഇട്ടിട്ട് വെക്കാമെന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു. ഞാൻ ഉമ്മാരുടെ അടുത്ത് പോകുന്നത് കൊണ്ട് അത് എടുത്ത് അങ്ങോട്ടേക്ക് പോകാമെന്ന് വിചാരിച്ചു. എന്നിട്ട് അവിടെ നിന്ന് വെക്കാമെന്നുള്ള പ്ലാനാക്കി. അപ്പം സിസ്റ്റർ വീട്ടിൽ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു സംഭവം. ഉപ്പാക്ക് എല്ലാം ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അവിടെ പോയിട്ട് ഇത് പ്രിപ്പയർ ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ അവൾ ബീഫൊക്കെ വാങ്ങി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. തേങ്ങയൊക്കെ ചിരവി അതെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അവിടെ എത്തിയപ്പോൾ നല്ല മഴയായിരുന്നു. കുറച്ച് എല്ലോട് കൂടിയിട്ടുള്ള ബീഫ് അത് അവൾ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. വേവിച്ചത് ഉപ്പും കുറച്ച് കുരുമുളക് ഇട്ടിട്ട് വേവിച്ചു. അതിനുശേഷം ആ ബീഫ് എടുത്ത് മാറ്റിയിട്ട് ആ വേവിച്ച വെള്ളത്തിൽ തന്നെയാണ് ചക്ക വേവിക്കുന്നത്. ഒരു 3 വിസിൽ മാത്രം മതിയാവട്ടെ. പിന്നെ വേണ്ടത് നമുക്ക് തേങ്ങയാണ്. തേങ്ങയിൽ കുറച്ച് മഞ്ഞൾ, വലിയ ജീരകം, ഉള്ളി, ഇത് 3 ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം.
ശേഷം നമ്മൾ ഈ വേവിച്ച ചക്ക ബീഫ് സംഭവത്തിലേക്ക് അതങ്ങ് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലപോലെ ഒന്ന് വരയെടുക്കുക. ഇത്രയേ ഉള്ളൂ കേട്ടോ ഇതിൻ്റെ പണി. നല്ല ടേസ്റ്റായിരുന്നു അന്ന് ഉണ്ടാക്കിയത്. ഇതിൻ്റെ കൂടെ കോമ്പിനേഷനായിട്ട് കഞ്ഞി ഉണ്ടായിരുന്നു, ചമ്മന്തിയും. എനിക്ക് കഞ്ഞി പൊതുവേ ഇഷ്ടമല്ല. ഈ ചക്കയൊക്കെ ഉണ്ടാക്കുമ്പോൾ ചക്ക മാത്രം തിന്നതാണ് ഇഷ്ടം. പിന്നെ ഇതുപോലെ തന്നെ നമ്മൾ കിഴങ്ങും വരുമല്ലോ അല്ലേ. അപ്പം ചമ്മന്തിയും ഈ ചക്ക വെച്ചതും വെച്ചിട്ട് കഴിച്ചു. നല്ല ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് നല്ല മഴയെല്ലാം ആയതുകൊണ്ട് വേറെ തന്നെ ഒരു ഫീലായിരുന്നു കഴിക്കുമ്പം. പിന്നെ എല്ലാവരും ഉണ്ടല്ലോ, എല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കിയിട്ട് കഴിക്കുമ്പോൾ ഭയങ്കര രസമാണ്. അതിനുശേഷം ഞങ്ങൾ നേരെ പുറത്തേക്ക് ഇറങ്ങി. ഉമ്മ ഇതാ യാത്ര അയക്കാൻ വേണ്ടിയിട്ട് പുറത്ത് വന്ന് നിന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൻ്റെ സ്പെഷ്യൽ അതെന്താണെന്ന് അറിയണ്ടേ? എനിക്ക് അസിസ്റ്റൻ്റായിട്ട് ഇനായ ഉണ്ട്. അവളുടെ കുറേ ഡൗട്ട്സും കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്തിട്ട് ഇങ്ങനെ യാത്ര ചെയ്യാണ്. സാധാരണ ഞാൻ ഒറ്റയ്ക്ക് വരുമ്പോൾ ഞാൻ തന്നെയാണ് തനിച്ച് പോയിട്ട് കാര്യങ്ങളെല്ലാം ചെയ്യാറ്. ചിലപ്പോഴൊക്കെ ഉമ്മ ഉണ്ടാവും. പിന്നെ ഇവള് ഇയർലി വൺസാണ് നാട്ടിൽ വരുന്നത്, സ്കൂളുള്ളത് കൊണ്ട് തന്നെ. അപ്പോൾ ഒക്കെ ഒരു എല്ലാവരും എന്താ പറയുക, പുതിയ പുതിയ കാര്യങ്ങളാണല്ലോ ഇവിടെ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പല പല സംശയങ്ങളാണ് പോകുന്നതിൻ്റെ ഇടയിൽ, അതായത് ട്രാവൽ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഇതെല്ലാം ക്ലിയർ ചെയ്ത് കൊടുക്കലാണ് എൻ്റെ പണി. അതിനിടയിൽ ഞങ്ങൾ വന്ന് ഫുൾ ടാങ്ക് എണ്ണ അടിച്ചു. കാരണം പോണ്ടിച്ചേരിയിൽ വരുന്ന കുറച്ച് പെട്രോൾ പമ്പ്സ് ഉണ്ട്. അവിടെ 10 or 12 റുപ്പീസിൻ്റെ ഡിഫറൻസ് ഉണ്ട് പെട്രോളിൻ്റെ മേലെ. അപ്പോൾ ആ ഭാഗത്ത് പോവുകയാണെങ്കിൽ ഈ ഒരു പെട്രോൾ പമ്പ്സിൽ വന്നിട്ട് ഫുൾ ടാങ്ക് എണ്ണ അടിച്ചിട്ട് തിരിച്ചു വരാറാണ് പതിവ്. അങ്ങനെ ഞങ്ങൾ നേരെ പോകുന്നത് ജ്വല്ലറിയിലേക്കാണ്. ജ്വല്ലറി എന്ന് പറയുന്നത് ഞാൻ അൽഹംദുലില്ലാ ഇയർലി ഞാൻ എനിക്ക് തന്നെ സെൽഫ് ഗിഫ്റ്റ് ചെയ്യാറുണ്ട്. ഞാൻ എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനൊരു ഏർപ്പാട് ഉണ്ടാക്കിയത്. നമ്മൾ ഗിഫ്റ്റിനൊക്കെ നമ്മൾ ആരെയും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ആരെങ്കിലും തരുമെന്ന് വിചാരിച്ചിട്ടൊന്നും വെയിറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. തരാണെങ്കിൽ നല്ല സന്തോഷത്തോടെ സ്വീകരിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ നമ്മളെ സന്തോഷിപ്പിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി നമുക്ക് സെൽഫ് ഗിഫ്റ്റ് ചെയ്യാം. ഇയറിങ്സ് പർച്ചേസ് ചെയ്യാനാണ് ഞാൻ ഇത്തവണ ജ്വല്ലറിയിലേക്ക് വന്നത്. ആദ്യം തന്നെ വന്നത് മലബാർ ഗോൾഡിലേക്കാണ് കേട്ടോ. അവിടെ പോയിട്ട് കുറച്ച് ഇയറിങ്സൊക്കെ നോക്കി. എനിക്കൊന്നും എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷനിലുള്ളൊരു ഇയറിങ്സ് എനിക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിട്ടില്ല. കുറച്ച് സൈസുള്ള ഇയറിങ്സാണ് ഞാൻ നോക്കുന്നത്. അതായത് നമുക്ക് ഫങ്ഷണൽ വെയർ ആയിട്ടുള്ള സാരീൻ്റെ ഉള്ളിൽ ഇടാൻ പറ്റുന്ന ടൈപ്പ് ഇയറിങ്. മലബാറിന് 2-3 എണ്ണം നോക്കി വെച്ചിട്ട് ഞങ്ങൾ നേരെ എത്തിയത് കണ്ണൂരുള്ള മെറാൾഡ ജ്വൽസിലേക്കാണ്. അപ്പോൾ ഫങ്ഷണൽ വെയർ ആയിട്ടുള്ള ഇയറിങ്സിൻ്റെ അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട്. എനിക്ക് വേണ്ടതും അങ്ങനെയുള്ളതായിരുന്നു. കുറച്ച് വലിയ സൈസ്, നമ്മൾ നോർമലി അത് ഇമിറ്റേഷൻ ജ്വല്ലറീസാണ് വാങ്ങാറ്. പക്ഷേ അതേപോലത്തെ തന്നെ, പക്ഷേ കുറച്ച് സൈസ് ഉള്ളത്. പിന്നെ സ്ഥിരം മീൻസ് അത് അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഈ ഇമിറ്റേഷൻ ജ്വല്ലറി ഇങ്ങനെ വാങ്ങിച്ചുകൊണ്ടിരിക്കണ്ടല്ലോ. അപ്പോൾ ആ ഉദ്ദേശത്തിൽ കുറച്ചായിട്ട് ആഗ്രഹിക്കുന്ന ഒരു സംഭവമാണ്. നമുക്ക് അവിടെ ഇതുപോലത്തെ ഇയറിങ്സിനൊന്നും അത്ര വലിയ സെലക്ഷൻസ് ഉണ്ടാകാറില്ല. നോർമലി ഞാൻ ഗോൾഡൊക്കെ വാങ്ങുന്നത് യു എയിൽ നിന്ന് തന്നെയാണ് വാങ്ങാറ്. പക്ഷേ ഈ ടൈപ്പ് ജ്വല്ലറീസ് എല്ലാം ഇവിടെയാണ് സെലക്ഷൻ കൂടുതൽ. മെറാൾഡ ജ്വൽസ് അത്യാവശ്യം ഭയങ്കര കളക്ഷൻസ് ഇഷ്ടം പോലെ ഉണ്ട്, ഡിസൈനർ ജ്വല്ലറീസും കാര്യങ്ങളൊക്കെ ആയിട്ട്. അങ്ങനെ അവിടെ പോയപ്പോൾ തന്നെ അവിടുത്തെ ഐറ്റംസ് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇവിടുത്തെ മെറാൾഡയിൽ പോകുന്നത്. യു എയിലുള്ളതിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് കാണുന്ന ഓരോ ഇയറിങ്സും ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. അടിപൊളി കളക്ഷൻസ് ഉണ്ട്. കുറച്ച് വെയിറ്റ് കൂടുതലാണ് അവരുടെ ജ്വല്ലറീസ് എല്ലാം. ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളതൊന്നും വളരെ റെയറാണ്. പക്ഷെ ഞാൻ നോക്കിയതും പിന്നെ കുറച്ച് അതായത് സൈസുള്ളതായതുകൊണ്ട് തന്നെ അതിൽ അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ള ഇയറിങ്സ്. അപ്പോൾ എൻ്റെ കയ്യിൽ ഇതേപോലൊരു ഫാൻസി ഐറ്റം ഉണ്ടായിരുന്നു കേട്ടോ മുൻപ്. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഡിസൈൻ വേണം എന്നുള്ള ഉദ്ദേശത്തിലായിരുന്നു ഞാൻ അവിടെ പോയത്. ഞാൻ ആഗ്രഹിച്ച പോലത്തെ ഒരു ഡിസൈൻ തന്നെ എനിക്ക് കിട്ടി. എനിക്ക് ഭയങ്കര സന്തോഷമായി. നമ്മുടെ ഹാപ്പിനെസ് നമ്മൾ തന്നെ കണ്ടെത്താം. മറ്റാരെങ്കിലും കൊണ്ടുവന്ന് തരുമെന്നുള്ള പ്രതീക്ഷയോടെ നിൽക്കാതെ നമ്മൾ തന്നെ സ്വയം കണ്ടെത്താം. ഇനിയിപ്പോൾ ആരെങ്കിലും കൊണ്ടുവന്ന് തരാണെങ്കിൽ അത് നല്ല സന്തോഷത്തോടെ സ്വീകരിക്കുക. ഒരു ഹോം മേക്കർ എന്ന് പറഞ്ഞാൽ തന്നെ അത്രയും എഫേർട്ടുള്ളൊരു ടാസ്ക്കാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, നമ്മൾ ഓരോ സ്ത്രീകളും. അതിന് പുറമെ സമയം കണ്ടെത്തിയിട്ട് വേറെയും പല കാര്യങ്ങളും ചെയ്യാന്നുള്ളത് അത്ര ചില്ലറ കാര്യമൊന്നുമല്ല. അതായത് അത്രയും എഫേർട്ട് എടുത്തിട്ടാണ് ഞാൻ എൻ്റെ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. ഈ വീഡിയോ കാണുന്ന പല സ്ത്രീകളും അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും ഇതുപോലെ നമ്മളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കൊന്ന് സെൽഫ് ഗിഫ്റ്റ് ചെയ്യുക, സ്വയം നമ്മുടെ എഫേർട്സിനെ വാല്യൂ ചെയ്യുക. അങ്ങനെ ഞങ്ങൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി. ഏകദേശം ഈവനിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുമ്പം നേരെ പോയി
ഒരു കോഫി ഷോപ്പിൽ പോയിട്ട് നല്ലൊരു ഫ്രൈഡ് ചിക്കനൊക്കെ കഴിച്ച് നേരെ വീട്ടിലേക്ക് മടങ്ങി. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്. ഇൻഷാ അല്ലാഹ് വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടൻ തന്നെ കാണാം. അൻറ്റിൽ ദെൻ ടേക്ക് കെയർ. താങ്ക് യു.